ഓട്ടിസം എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചിട്ട് വേറെ പണിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റില്ല, 2 അത്തർ എടുക്കുമെന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ അഭയാസ് എന്ന് പറയുന്ന ഒരു കുട്ടി, 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്യാവശ്യം റഷ് ഉള്ള ഒരു ഡേ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ അവൻ്റെ സംസാരവും അവൻ്റെ ഒരു കോൺഫിഡൻസും അവൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് 3-4 പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ അവനെത്തി. രാവിലെ വന്നിട്ട് സ്റ്റാഫ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വാപ്പാനോടൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ട്, അപ്പോൾ മൂപ്പരുടെ അടുത്ത് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ലിനിക്കിലേക്ക് വന്നത്. വളരെ സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം പല്ല് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി കൊടുത്തു. പിന്നെ ഒരുപാട് സമയം അവനുമായിട്ട് സംസാരിച്ചിരുന്നു. ഒരു ക്ലിനിക്ക് ഉണ്ട്, ഇങ്ങനെ നല്ല ഡോക്ടറാണ്, പോയി നോക്കാം. അപ്പോൾ വന്നതിൽ സന്തോഷം തോന്നില്ലേ? എവിടെയാണെന്നൊക്കെ എന്നോട് നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നമ്പറില്ല, കണ്ടാലറിയാം. പച്ച ബോർഡിന്റെ ഒരു മെമ്മറിയിലുണ്ട്. ഈ പച്ച ബോർഡിന്റെ ഫ്രണ്ടിൽ കാണുന്നു. എന്നിട്ട് എന്നിട്ട് ഇവിടെ എത്തിയപ്പോ എന്നോട് ചോദിച്ചു എവിടെയാണെന്ന്. അപ്പൊ ഞാൻ വന്ന് കാണുന്നു വന്ന് കാട്ടി കൊടുത്തു. പിന്നെ അവന്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും അവന്റെ പെർഫ്യൂമിന്റെ പേജും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു. ഓട്ടിസം എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഞാൻ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എഴുതാനും വായിക്കാനും വലിയ വാക്കുകൾ അറിയില്ല. നെറ്റിന്റെ ബോർഡൊക്കെ വായിക്കാൻ അറിയില്ല. 62,729 അത്ര ആൾക്കാർ കണ്ടു. ഇത് സെറ്റാണല്ലോ. ഇത് എന്റെ സ്വന്തം പോക്കറ്റ്. ഞാനും എന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പൊ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറയാം എനിക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിച്ച കൊള്ളാം. അയ്യോ 10ാം ക്ലാസ് അപ്പൊ ഇവിടെ പറയാ, എടാ അന്ന് നീ വന്ന് ഞാനിപ്പോ ഓർക്കണേ, കുറച്ച് നാളും കൂടി കൈയിട്ട് എന്നിട്ട് പോരേന് വന്നത്. അപ്പൊ ഞാൻ എന്റെ നോയിച്ച് ഞാൻ ഓളോട് പറയണ് എനിക്ക് വേറെ ഒരു ചെക്കനായിട്ട് ബന്ധം വന്ന്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്തായി നോയിച്ചപ്പോ അവസാനം എന്നെ വീടാ പറയുന്നു. പോലും ഡെയിലി 500,000 കച്ചവടം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പോ മാഷാല്ലാ 2,000 രൂപ ഡെയിലി കച്ചവടം ചെയ്യുന്നില്ലേ? അത് 5,000 ഒക്കെ മാഷാല്ലാ. അപ്പൊ ആ രീതിയിൽ അതാണ്, അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സ് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മടിയും വിചാരിച്ച് വീട്ടിലിരുന്ന് അവിടെ കുത്തിരിക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് വണ്ടി എടുക്കാൻ തന്നെ വണ്ടി എടുക്കാൻ പറ്റി, അതാണ് മാഷാ. വണ്ടി എടുക്കാൻ പറ്റി. പിന്നെ വീട്ടിക്ക് എന്തോ ഉമ്മച്ചിക്ക് ഗ്യാസ് അടുപ്പ് മേടിച്ചു കൊടുക്കാൻ പറ്റി. അലക്കണ മിക്സിയും ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റി. അത് അതിന്റെ അടവൊക്കെ ഞാൻ തന്നെ കൊടുക്കണേ. അങ്ങനെ എല്ലാരും പഠിത്തം ഭയങ്കര പഠിത്തം നോക്കിക്കോളൂന്ന് പറഞ്ഞ് പഠിത്തമൊന്നും വിട്ടുകൊടുത്തല്ല. അതാണ്. പിന്നെ 5 നേരം സംസാരം ഉണ്ട്, സലാത്തും ഖുർആനൊക്കെ ഓതലുണ്ട്. അങ്ങനെയൊക്കെ. അർജന്റീനയാണില്ലേ നമ്മളും. അതെ. അപ്പൊ നമ്മൊരു കാര്യം ചോദിച്ചാ തള്ളിക്കളയില്ലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് ചോദിച്ചോടാ, നമ്മൊരു കളിക്കാരല്ലേ നന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നമ്മുടെ നാളെ കൊണ്ടുവന്നാ വിത്തരൂല ഇത്തരെണ്ണം ഇന്നലെ അപ്പൊ തീർച്ചയായിട്ടും അല്ല നമ്മൊരേ കളിക്കാരല്ല, ടീമാണല്ലോ, ഒരു നന്ദി കാണിക്കൂലേ. അപ്പൊ ഞാൻ കൊണ്ടുപോയി. ഇപ്പൊ എന്നെ ഇന്ന് കൊണ്ടുവന്നപ്പോ എന്നെ ഒരു 19 ഫിനിറ്റ് ആക്കിട്ട് പറഞ്ഞ വാക്ക് അവര് പാലിച്ചു. അത് അർജന്റീന ഫാൻസ് എങ്ങനെയാണ്, പറഞ്ഞ വാക്ക് പാലിക്കും, കളിച്ച കളി ജയിക്കും ചെയ്യും. അതെ. എന്നിട്ട് സൂപ്പർ ക്ലിനിക് പല്ല് കണ്ണാടി നോക്കിയാ നമ്മളെ തന്നെ നോക്കി ചിരിക്കണ്ടോ? അത്രയും നല്ല പല്ലാക്കിട്ട്. നൈസ് പ്രൊമോഷൻ. ഗ്ലോ ഇത്ര രീതിയിൽ നല്ല പ്രൊമോഷൻ കിട്ടാനില്ല. മെഡിക്കൽ കോളേജിന്റെ അവിടെ കാണാം. ഞാൻ ഇന്നത്തായിട്ടാണ് ഇങ്ങോട്ട് സഹായിക്കണം. മനസ്സിലായില്ല, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. Glow with Resin, we care about your smile.